ഹായ്, ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സ്ക്രോളിംഗ് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. അത് ചെയ്യുന്നത് പിക്സാർട്ടിലും അലൈറ്റ്മോഷൻ എന്ന് പറഞ്ഞ 2 ആപ്ലിക്കേഷനിലായിട്ടാണ്. ഇതിന് യൂസ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എടുത്ത ഇമേജസ് തന്നെയാണ്. അത് ശരിക്കും എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് റൂമിലാണ്. ലൈറ്റ് റൂമിൽ എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്തേക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഒറിജിനൽ ഇമേജ്. ഇതിനെ എഡിറ്റ് ചെയ്തതാണിത്. ഇതിൻ്റെ പ്രീസെറ്റും അടുത്ത വീഡിയോയിൽ ഇതിനോടൊപ്പം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യുന്നത് പിക്സാർട്ടിലാണ് നമ്മൾ ഇമേജിനെ സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക, സെൻറ്ററിലെ പ്ലസ് ബട്ടൺ ഞെക്കുക. ഡ്രോയിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പിക് ക്യാൻവാസ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിനി കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ ഞാൻ വിഡ്ത്ത് കൊടുത്തേക്കുന്നത് 1080 3800 ഹൈറ്റുമാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുള്ളതനുസരിച്ച് ചെയ്യുക. ഇത് തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ചെയ്യാൻ. ഓക്കെ അടിക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്യുക, ഏത് ഫോട്ടോയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സ്ക്രീൻ കാണിക്കും. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ ഇമേജ് കറക്റ്റ് പൊസിഷനിലാണോ വെക്കുന്നതെന്നുള്ളത്. ഓക്കെയാണ്. ഞാൻ ഫുൾ സ്ക്രീൻ ക്ലോസ് ചെയ്തു. ഫസ്റ്റ് ഇമേജ് വെച്ചു. ഇനി അതുപോലെ ബാക്കി ഇമേജും കൂടെ വെക്കുക. അപ്പോൾ നമ്മൾ ഇമേജ് ഫുൾ സെറ്റായി. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യാം. ഇനി നമുക്ക് അലൈറ്റ്മോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബീച്ച് മോഡ് എന്ന് പറഞ്ഞിട്ടാണ്. റെസൊല്യൂഷൻ നമുക്ക് വേണ്ട അനുസരിച്ച് എടുക്കാം. 1080p അല്ലെങ്കിൽ 4K ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ 1080 ആണ് എടുക്കുന്നത്. ഇതൊരു ഫ്രെയിം റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ 24 ഫ്രെയിം റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വിൻഡോ നമുക്ക് വരും. ഇതിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇമേജ് കാണും. ഇത് നമ്മളുടെ ചെയ്ത ഇമേജ് വന്നു. ഇനി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൽ ഫിൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കാണിക്കും. അത് കൊടുക്കുക. അത് ഫില്ലായി നിൽക്കും. അതിൽ ഇതിൻ്റെ സ്പീഡ് ബട്ടൺ ഞെക്കിയിട്ട് സ്പീഡ് കുറച്ച് കൊടുക്കുക. ഇപ്പം എത്ര മിനിറ്റ് നമുക്ക് വാട്സപ്പിലൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ 30 സെക്കൻഡാണ്. അപ്പം അതിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ച് കൊടുക്കുക. സ്പീഡ് ഞാനിപ്പോൾ അത് 29 സെക്കൻഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇമേജിൻ്റെ ഐക്കണിൽ ഞെക്കുമ്പോൾ ഇതിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. 0th പൊസിഷൻ ഈ പ്ലസ് ബട്ടൺ കണ്ടോ, അതിൽ വീണ്ടും ഞെക്കുക. അവിടെ സ്റ്റാർട്ടിങ് പോർഷനും ഇത് എൻഡിങ് പോർഷനും സെലക്ട് ചെയ്യുക. ഈ സെൻറ്ററിൽ സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ എന്ന് പറഞ്ഞ സെക്ഷൻ കാണില്ലേ, അവിടെ സ്വൈപ്പ് ചെയ്യാം എങ്ങനെ വേണമെന്നനുസരിച്ച്.
പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ ഓഡിയോ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. ആ ഓഡിയോ എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള പാട്ട് ഏതാണോ അത് ആഡ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിതിൽ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇടുന്നില്ല. ഇനി നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്നു, വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഏത് മോഡിൽ വേണമെങ്കിൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പം Alightmotion മെമ്പർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നോ താങ്ക്സ്, ഐ ലൈക്ക് ദ വാട്ടർമാർക്ക് എന്ന ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എക്സ്പോർട്ടായി സേവ് ചെയ്തു. Alightmotion എന്ന് പറഞ്ഞാൽ വാട്ടർമാർക്ക് നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ക്രോപ്പ് ഓപ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഈ Alightmotionന്റെ സെക്ഷൻ ക്രോപ്പ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.